പഠനത്തിരക്കിലായതുകൊണ്ട് അയാൾക്കൊരു ജോലി നേടാൻ പോലും സമയം കിട്ടിയില്ല. ഭാര്യയാണ് നിത്യവൃത്തിക്കുള്ള വരുമാനം കണ്ടെത്തിക്കൊണ്ടിരുന്നത്. ഒരു നാൾ വൈകിട്ട് വീട്ടിലെത്തിയപ്പോൾ ഭാര്യ പാത്രത്തിൽ അത്താഴം വിളമ്പി. ആർത്തിയോടെ മൂടി തുറന്ന അയാൾ ഞെട്ടി. പാത്രത്തിൽ കുറച്ച് പേപ്പറും പേനയും മാത്രം. ഭാര്യ പറഞ്ഞു, നിങ്ങൾക്ക് എപ്പോഴും വേണ്ടത് ഇതല്ലേ, നിങ്ങൾ അത് കഴിച്ചാൽ മതി. ദേഷ്യം സഹിച്ച് അയാൾ കിടന്നുറങ്ങി. പിറ്റേന്ന് ക്ലാസ്സിലെത്തിയപ്പോൾ തന്നെ പേന മഷി തീർന്നിരുന്നു. ഗുരുനാഥൻ വേറൊരു പേന നൽകി. അത് തുറന്നപ്പോൾ അതിൽ ജ്യൂസ് നിറച്ചിരുന്നു. സാങ്കേതികമായും സൈദ്ധാന്തികമായും ആർക്കും ജീവിക്കാനാവില്ല. ജീവിതം പ്രായോഗികമാണ്. ജീവിക്കാനുള്ള വക സമ്പാദിക്കുക എന്നത് ജനിക്കുന്ന ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ആരും മറ്റൊരാൾക്ക് വേണ്ടി സമ്പാദിക്കുകയോ വേറൊരാളുടെ ജീവിതം കെട്ടിപ്പടുക്കുകയോ ഇല്ല. ആശ്രിതരായി ജീവിക്കാനുള്ള ആനുകൂല്യം ആർക്കും അധികകാലം ലഭിക്കില്ല. പ്രായപൂർത്തിയായിട്ടും സ്വന്തം കാലിൽ നിൽക്കാൻ ശേഷിയില്ലെങ്കിൽ അതിനർത്ഥം പ്രായത്തിനനുസരിച്ചുള്ള വളർച്ച അവർക്കുണ്ടായിട്ടില്ല എന്നത് തന്നെയാണ്. ഓരോ പ്രായത്തിലും സംഭവിക്കേണ്ട സ്വാഭാവിക വളർച്ചയുണ്ട്. ഇരിക്കുന്നതും നടക്കുന്നതും ഓടുന്നതും എല്ലാം അങ്ങനെയാണ്. 4 വയസ്സിൽ നിവർന്നു നിൽക്കാനാകുന്നില്ലെങ്കിൽ ചികിത്സ തേടണം. 40 വയസ്സായിട്ടും വരുമാന മാർഗമായിട്ടില്ലെങ്കിൽ ചിന്തകളും സഞ്ചാരപഥങ്ങളും അടിയന്തരമായി പുനഃപരിശോധിക്കണം. ഒരു കാര്യം 100 തവണ ചെയ്യുന്നതല്ല മിടുക്ക്. പഠിക്കുന്ന കാര്യങ്ങളുടെ പാതിയെങ്കിലും പ്രയോഗത്തിൽ വരുത്താനും ജീവിതത്തിൽ ഉപകരിക്കുന്നതാക്കാനും കഴിയുന്നതാണ് മിടുക്ക്.